കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 11 ചൊവ്വാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഭവന നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 800 മില്യൺ ദിനാർ വകയിരുത്തി ബഹ്റൈൻ ഗവൺമെൻറ്. ഈ മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണിത്. വരാനിരിക്കുന്ന 2025-26 നാഷണൽ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഗുദൈബിയയിലെ നാഷണൽ അസംബ്ലി കോംപ്ലക്സിൽ നടന്ന ഉന്നതതല സർക്കാർ നിയമനിർമ്മാണ യോഗത്തിലാണ് ഈ പുതിയ പ്രഖ്യാപനം ഉണ്ടായത്. ബഹ്റൈനിൽ ഏകദേശം 47,600 കുടുംബങ്ങൾ പുതിയ ഭവനങ്ങൾക്കായോ അറ്റകുറ്റപ്പണികൾക്കായോ കാത്തിരിക്കുന്നുണ്ട്. ദീർഘകാലമായുള്ള ഈ ആവശ്യം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിക്ഷേപം നടത്തുന്നത്. അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമാക്കാനും കാലതാമസമില്ലാതെ പരിഹാരങ്ങൾ കാണാനുമായി സ്വകാര്യ ഡെവലപ്പർമാരുമായി സഹകരിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. കൂടാതെ വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹിക സേവനങ്ങൾ എന്നിവയിലെ നിക്ഷേപങ്ങളും വരുന്ന ബജറ്റിൽ ചർച്ചയാകും. ബഹ്റൈനിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിശോധന കർശനമാക്കി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഇതിന്റെ ഭാഗമായി LMRA നടത്തിയ പരിശോധനകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുകയും 71 പേരെ നാടുകടത്തുകയും ചെയ്തു. മാർച്ച് 2 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് LMRA അധികൃതർ 1170 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയത്. ഇതിൽ 15 അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുകയും ചെയ്തു. രാജ്യത്തെ താമസ തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പരിശോധനകൾ തുടരുമെന്നും LMRA അറിയിച്ചു. അനധികൃതമായി ചെമ്മീൻ പിടിച്ച 4 പേരെ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു. പരിശോധനാ സമയത്ത് കോസ്റ്റ് ഗാർഡ് ബോട്ടിനെ ഇടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇന്ത്യക്കാരായ 4 അംഗ സംഘത്തെ പിന്തുടർന്നാണ് പിടികൂടിയത്. രാജ്യത്ത് നിലവിലുള്ള നിരോധന വ്യവസ്ഥകൾ പാലിക്കാൻ എല്ലാ മത്സ്യത്തൊഴിലാളികളും ബാധ്യസ്ഥരാണെന്ന് നേരത്തെ കോസ്റ്റ് ഗാർഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന നിയമം ജൂലൈ 31 വരെ തുടരും. പ്രസവ സമയത്തെ അശ്രദ്ധ മൂലം കുഞ്ഞിന് ഗുരുതര അംഗവൈകല്യം സംഭവിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കും 60,000 ദിനാർ പിഴ വിധിച്ച് ബഹ്റൈൻ കോടതി. പ്രസവ സമയത്ത് തലച്ചോറിനേറ്റ ക്ഷതം കാരണം കുഞ്ഞിന് 90% അംഗവൈകല്യമാണ് സ്ഥിരീകരിച്ചത്. 40 ദിവസം തീവ്രപരിചരണത്തെ തുടർന്ന കുട്ടിക്ക് പിന്നീട് സ്ഥിര വൈകല്യം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രസവ സമയത്ത് പിഴവുകൾ സംഭവിച്ചോ എന്ന് അന്വേഷിക്കാൻ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി വിദഗ്ധരെ കോടതി നിയോഗിച്ചിരുന്നു. ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഗുരുതര പിഴവുകൾ സംഭവിച്ചതായി കണ്ടെത്തിയ LHRA കോടതിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിഴ വിധിച്ചത്. കുട്ടിയുടെ രക്ഷിതാവിന് 50,000 ദിനാറും കുടുംബത്തിനുണ്ടായ മാനസിക പ്രയാസങ്ങൾക്ക് 20,000 ദിനാർ അധികമായി നൽകണമെന്നായിരുന്നു വിധി. ഉത്തരവിനെതിരെ ആശുപത്രിയും ഡോക്ടറും അപ്പീൽ നൽകിയതിനെ തുടർന്ന് മാതാപിതാക്കൾക്ക് നൽകാൻ പ്രഖ്യാപിച്ച തുക 10,000 ദിനാറായി കുറക്കാൻ ഹൈ സിവിൽ അപ്പീൽ കോടതി തീരുമാനിക്കുകയായിരുന്നു. വുമൺ അക്രോസ് ബഹ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളോടെ ആഘോഷിച്ചു. ഇതിൻ്റെ ഭാഗമായി ബഹ്റൈനി കാറ്റലിസ്റ്റ് ഡിസബിലിറ്റീസ് അസോസിയേഷനും ഹെലം ആൻഡ് സൺ ഡിസബിലിറ്റീസ് സെൻ്ററും സന്ദർശിച്ച് 6 വീൽ ചെയറുകൾ കൈമാറി. ഇതോടൊപ്പം ഇവിടെയുള്ളവർക്കായി ലഘുഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചു. ബഹ്റൈനി കാറ്റലിസ്റ്റ് ഡിസബിലിറ്റീസ് അസോസിയേഷൻ ചെയർമാൻ റിയാദ് മർസൂഖ്, ഹെലം ആൻഡ് സൺ സ്ഥാപകനും ചെയർമാനുമായ ഹസൻ സഫർ, ജമീൽ, ആലിയ, വുമൺ അക്രോസ് ഫൗണ്ടർ സുമിത്ര പ്രവീൺ, വുമൺ അക്രോസ് അംഗങ്ങളായ സിമി അശോക്, സൗമ്യ ലതീഷ്, ജെനി ഫിലിപ്പ്, മഞ്ജുഷ, രീഷ്മ വിനോദ്, സീത മഹേഷ്, ടിൻഡു ബിനു, സീന രാഗേഷ്, സാമൂഹ്യ പ്രവർത്തകരായ സയ്യിദ് ഹനീഫ്, ഹർഷൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
ലുലു മണി സ്നേഹപൂർവ്വം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ച് അൽ ഹിലാൽ ഹെൽത്ത് കെയർ. ജുഫൈറിലെ ഒയാസിസ് മാളുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ 150ലധികം സ്ത്രീകൾ പങ്കാളികളായി. സദേൺ ഗവർണറേറ്റ് പാർലമെന്റ് അംഗം ഡോക്ടർ മറിയം അൽദയിൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് വിവിധ മേഖലകളിലെ വനിതാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പരിപാടിയിൽ പരിചയപ്പെടുത്തി. പങ്കെടുത്ത എല്ലാവർക്കും വൗച്ചറുകളും സമ്മാനങ്ങളും നൽകി. അൽ റാഷിദ് ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ വിവേക്, അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ്, റീജിയണൽ മാർക്കറ്റിംഗ് ഹെഡ് മാദിഹ ഹബീബ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് മീഡിയ അനം ബച്ലാനി എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ പ്രവാസിയായ സുനിൽ തോമസ് റാന്നി എഴുതുന്ന ട്രാവൽ ഫീൽസ് ആൻഡ് ഫീഡ്സ് എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയ്ക്ക് നൽകി നിർവഹിച്ചു. KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ കോർഡിനേറ്റർ സയ്യിദ് MS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ OICC മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു കല്ലുംപുറം, ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ ബിനു കുന്നന്താനം, OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പറയിൽ, ജനറൽ സെക്രട്ടറി മനു മാത്യു, പ്രിയദർശിനി പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ബിപിൻ മാടത്തേത്ത് എന്നിവരും പങ്കെടുത്തു. റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി സർവീസ് നടത്തുന്ന സുനിൽ തോമസ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി കിക്കൊഴൂർ സ്വദേശിയാണ്. ഭാര്യ ബിൻസി, മക്കളായ ഹർലിൻ, ഹന്ന എന്നിവരും ബഹ്റൈനിലുണ്ട്. ബഹ്റൈനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു. പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം ആശംസിച്ചു. നോമ്പിൻ്റെ സന്ദേശത്തെക്കുറിച്ചും അത് മനുഷ്യരിലുണ്ടാക്കേണ്ടുന്ന പരിവർത്തനത്തെ സംബന്ധിച്ചും ജമാൽ നദ്വി റമദാൻ സന്ദേശത്തിൽ സൂചിപ്പിച്ചു. പാക്ട് ഭാരവാഹികളായ സൽമാനുൽ ഫാരിസ്, ജഗദീഷ് കുമാർ, മൂർത്തി നൂറണി, രമേശ് KT, സതീഷ് കുമാർ, സുഭാഷ് മേനോൻ, രാംദാസ് നായർ, അനിൽകുമാർ, രവി മാരാത്ത്, സുധീർ, EV വിനോദ്, അശോക് മണ്ണിൽ, സജിത സതീഷ്, ഉഷ സുരേഷ്, ഷീബ ശശി, ധന്യ രാഹുൽ, രമ്യ സുധി, രമ്യ ഗോപകുമാർ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. ദീപക് വിജയൻ നന്ദി രേഖപ്പെടുത്തി. KMCC ബഹ്റൈൻ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഗ്രാൻഡ് ഇഫ്താറിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് KMCC ആസ്ഥാനത്ത് വെച്ച് നടന്ന സംസ്ഥാന ഭാരവാഹികൾ, പ്രവർത്തന സമിതി അംഗങ്ങൾ, ജില്ലാ, ഏരിയ, മണ്ഡലം പഞ്ചായത്ത്, വനിതാ വിംഗ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഹബീബ് റഹ്മാൻ ചെയർമാനായും ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ജനറൽ കൺവീനറായും KP മുസ്തഫ ട്രഷററായുമുള്ള 501 അംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാർച്ച് 14 വെള്ളിയാഴ്ച ഈസ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഗ്രാൻഡ് ഇഫ്താർ നടക്കുന്നത്. 10,000 പേരെയാണ് ഇഫ്താറിൽ പ്രതീക്ഷിക്കുന്നത്. നാട്ടിൽ നിന്നും ബഹ്റൈനിൽ നിന്നുമായി പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.